ഇനി ശ്രദ്ധിച്ചേക്കുക, ഈ വീഡിയോയിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് പെട്ടെന്ന് പോകും. അടുത്ത പോയിന്റ്, അടുത്ത് നമ്മൾ പഠിക്കാം. റെസൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഫോഴ്സിൻ്റെ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ഗിവൺ പോയിന്റ് അറ്റ് എ കപ്പിൾ. അതൊരു പ്രോബ്ലത്തിൽ നിന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ എങ്ങനെ എഴുതും, അതേപോലെ തന്നെ ഈ പോയിന്റിൽ അത് എങ്ങനെയാണ് കപ്പിളായിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ബൈ എ ഫോഴ്സ് റെസൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഫോഴ്സിൻ്റെ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ഗിവൺ പോയിന്റ് ആൻഡ് എ കപ്പിൾ. അതായത് ഇപ്പോൾ 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ്, ഇതൊരു ക്വസ്റ്റ്യനാണ്. 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ബിയിൽ ആക്ട് ചെയ്യുന്നതായിട്ടും വേണം, അതേപോലെ തന്നെ അവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യുന്നതായിട്ടും എന്നുള്ളത് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. 10 കിലോ ന്യൂട്ടൺ ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ വേറെ ഫോഴ്സസ് ഒന്നുമില്ല. സോ ബിയിലും ആ 10 കിലോ ന്യൂട്ടൺ തന്നെ ആക്ട് ചെയ്യും. കൂടാതെ ഈ ബിയിൽ നിന്ന് ഈ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് നോക്കുക. മൊമെൻറ്റ് അബൌട്ട് ബി നോക്കുക ഈ ഫോഴ്സിൻ്റെ. സോ മൊമെൻറ്റ് അബൌട്ട് ബി എടുക്കുകയാണെങ്കിൽ 10 × 3 എങ്ങനെയാണ് ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബിയിലുള്ള കപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോ ന്യൂട്ടൺ മീറ്റർ ആൻറ്റി ക്ലോക്ക് വൈസ് വരയ്ക്കുക. അതായത് ഇവിടുത്തെ മൊമെൻറ്റ് എടുക്കുക. ബിയിലുള്ള മൊമെൻറ്റ് എന്താണ്? 10 × 3 30. അതെങ്ങോട്ടാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ 30 കിലോ ന്യൂട്ടൺ മീറ്റർ ആൻറ്റി ക്ലോക്ക് വൈസിൽ വരയ്ക്കുക ആ പോയിന്റിൽ തന്നെ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ്? ഇതിലിപ്പം ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്ന സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അവിടുത്തെ കപ്പിളും. സോ ഈ സെയിം ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ എഴുതണം? സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ 10 കിലോ ന്യൂട്ടൺ തന്നെ താഴോട്ട് വരയ്ക്കുക. എന്നിട്ട് അവിടുത്തെ കപ്പിൾ എങ്ങനെയാണ്? ഇവിടുത്തെ മൊമെൻ്റ് എടുക്കുക, സിയിലുള്ള മൊമെൻ്റ് എടുക്കുക. സിയിലുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 10 × ഈ 40 ആണ് ഇവിടുത്തെ 40 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് ഇവിടുത്തെ മൊമെൻ്റ് അല്ലേ. മൊമെൻ്റ് അബൌട്ട് സി എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് എ 10 കിലോ ന്യൂട്ടൺ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതെന്ന് പറഞ്ഞാൽ 4 മീറ്റർ. 10 × 4 40 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് ഇവിടുത്തെ മൊമെൻറ്റ്. ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ്. സോ അത് ക്ലോക്ക് വൈസിലും കൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് ഈ ഫോഴ്സ് 10 കിലോ ന്യൂട്ടൺ എഴുതുക. കണ്ട, ക്ലോക്ക് വൈസിൽ. ഇത്രേ ഉള്ളൂ. അതിനെയാണ് റെസൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഫോഴ്സ് ഇൻറ്റു എ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ഗിവൺ പോയിന്റ് ആൻഡ് എ കപ്പിൾ എന്ന് പറയുന്നു. ഇനി അടുത്തൊരു ചെറിയൊരു സിമ്പിൾ, ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് പോകാം. റിസൾട്ടൻ്റ് ഓഫ് എ പാരലൽ ഫോഴ്സസ് എന്ന് പറയും. ഈ പാരലൽ ഫോഴ്സസിൻ്റെയൊക്കെ റിസൾട്ടൻ്റ് എന്തുവാണ്? ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ വേർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. സോ വേർട്ടിക്കൽ ഫോഴ്സ് എടുക്കുക. എന്തൊക്കെയാണ്? F1 + F2 + F3 + F4 എല്ലാം മുകളിലോട്ടാണ്, അല്ല ഇത് താഴോട്ടാണ്. സോ F1 + F2 - F3 + F4 അതാണ് വേർട്ടിക്കൽ ഫോഴ്സ്. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ല. സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. F1 + F2 + F2 - F3 + F4 അത് തന്നെയാണ് അതിൻ്റെ റിസൾട്ട്. കാരണം റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഹൊറിസോണ്ടൽ ഫോഴ്സസിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയറും പ്ലസ് വേർട്ടിക്കൽ ഫോഴ്സസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയറാണ്. ഇവിടെ വേർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. സോ റൂട്ട് ഓഫ് അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ആൻസർ തന്നെ റിസൾട്ടൻ്റ് വരും. അത് തന്നെയാണ് റിസൾട്ടൻ്റ്. ഈ ഒരു സിമ്പിൾ കണക്ക്. ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറയാം. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? 10 മുകളിലോട്ട്, സോ പ്ലസ് -20 ഇവിടെ വീണ്ടും താഴോട്ട്, സോ -30 മുകളിലോട്ട് +5 അതാണ് റിസൾട്ടൻ്റ്. അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ -35 എന്ന് കിട്ടും. -35 ആയിട്ട് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന താഴോട്ടായിരിക്കും. ഇനി അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ്. സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അതും ഇത് തന്നെയാണ്. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് റിസൾട്ടൻ്റ് ഏത് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതാണ് സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ്. പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇതാണ് പാരലൽ ഫോഴ്സസ്, പാരലായിട്ടുള്ള ഫോഴ്സസ്. ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ടൻ്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്. കാരണം റിസൾട്ടൻ്റ് ഓഫ് എ നമ്പർ ഓഫ് പാരലൽ ഫോഴ്സസ് ഇസ് ആൽജിബ്രിക് സം ഓഫ് ഓൾ ദി പാരലൽ ഫോഴ്സസ്. ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് റിസൾട്ടൻ്റ് ഫോഴ്സ്, അതായത് ഇതിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എവിടെയാണ് ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഒരു കണക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും.